ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MBA തേർഡ് സെമ്മിലെ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സ്പെഷ്യലൈസേഷനിലെ തേർഡ് സെമ്മിലെ പേപ്പർ ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നുള്ള പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ തന്നിരുന്നു. അതിൽ നമ്മൾ 6 ബ്ലോക്സ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിലെല്ലാം കൂടെ ഒരു 14 യൂണിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് 2 പാർട്ടായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ഇപ്പൊ ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ അത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ എന്നുള്ള ബ്ലോക്കാണ്. അപ്പൊ അതിലെ ഫസ്റ്റ് യൂണിറ്റ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, അതിന്റെ പാർട്ട് 1 ആണ്. അപ്പൊ ഈ ക്ലാസ് അപ്പൊ നമുക്ക് ക്ലാസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ, ഇതിന്റെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ലോജിസ്റ്റിക്സിന്റെ ഡെവലപ്മെന്റ്, പിന്നെ എക്കണോമിയിലുള്ള ലോജിസ്റ്റിക്സിന്റെ റോൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് കോമ്പറ്റീറ്റീവ് പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്, പിന്നെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ്, PDM എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഇതിന് ഇൻട്രൊഡക്ഷൻ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പ്രൊഡക്റ്റ്, നമ്മള് ലോജിസ്റ്റിക്സ് എന്താണെന്നുള്ള ഇൻട്രൊഡക്ഷൻ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ എന്താണെന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ്, നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നത് അത് എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് നമ്മുടെ കയ്യിലോട്ട് എത്തുന്നത്. ആ പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയൽ തൊട്ടിട്ട് നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെ ഒരുപാട് പ്രോസസ്സ്, ഒരുപാട് ഫംഗ്ഷൻ അതിന്റെ ഇടയിൽ കൂടെ നടന്നുണ്ട്. ആ റോ മെറ്റീരിയൽ ഒരു കമ്പനി വാങ്ങുന്നത് തൊട്ടിട്ട് അതിനെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ്, ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് തൊട്ടിട്ട് അതിന്റെ അഡ്വർടൈസിങ് ഫേസ് തൊട്ടിട്ട്, പിന്നെ അതിന്റെ മാർക്കറ്റിംഗ്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, വെയർഹൗസിങ്, സ്റ്റോറേജ്, അത്തരത്തിലുള്ള ഒരുപാട് ഫംഗ്ഷൻ നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ നടന്നുണ്ട്. അപ്പൊ ആ മെറ്റീരിയലിന്റെ ഈ ഫംഗ്ഷൻസിലൂടെയൊക്കെയുള്ള ഒരു മൂവ്മെന്റിനെയൊക്കെയാണ് ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ദാറ്റ് മൂവ്സ് മെറ്റീരിയൽ ത്രൂ ദ ഓപ്പറേഷൻസ് ടു ദ കസ്റ്റമേഴ്സ്. ഈ കസ്റ്റമേഴ്സിലോട്ടുള്ള ഈ മെറ്റീരിയലിന്റെ ഈ മൂവ്മെന്റിനെയാണ്, ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഇടയിൽ ഒരുപാട് സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഒരുപാട് ഫംഗ്ഷനിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഈ സീരീസ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് ഒരു സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ചെയിൻ എന്ന് പറയുന്നത് പോലെ ഒരു ചെയിൻ പോലെയുള്ള ആ ഒരു ഫംഗ്ഷൻസിനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ സീരീസ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സപ്ലൈ ചെയിൻ നമ്മൾ ഓർഗനൈസേഷൻസ് ആയിട്ടും പറയാം. ഇപ്പൊ ഒരുപാട് ഓർഗനൈസേഷൻ, നമ്മൾ റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ ആണെന്നിരിക്കട്ടെ, പിന്നെ അത് നമ്മൾ വെയർഹൗസിലോട്ട് വെക്കുന്ന ഒരു ഓർഗനൈസേഷൻ, അത്തരത്തിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഇതിന്റെ ഇടയിൽ നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനെയും ഈച്ച് ഓർഗനൈസേഷനും നമുക്ക് ഓരോ സപ്ലൈ ചെയിന്റെ ഓരോ പാർട്ടായിട്ട് പറയാം. അപ്പൊ ആ ഓർഗനൈസേഷനും നമുക്ക് സപ്ലൈ ചെയിൻ ആയിട്ട് പറയാൻ പറ്റും. അപ്പം സപ്ലൈ ചെയിൻ മേ ബി കൺസിഡർ ആസ് ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻ കണക്റ്റഡ് ബൈ എ സീരീസ് ഓഫ് ട്രേഡിംഗ് റിലേഷൻഷിപ്പ്. ഈ ട്രേഡിംഗ് റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻസിനെ നമുക്ക് എന്തായിട്ട് പറയാം? സപ്ലൈ ചെയിൻ ആയിട്ട് പറയാം. അപ്പം ഈച്ച് ഓർഗനൈസേഷൻ ഈ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്നത് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് ഈ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിലേക്ക് അവര് എല്ലാ ഓർഗനൈസേഷനും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അപ്പം സപ്ലൈ ചെയിൻ നമുക്ക് ഇനി പറയാം, ഒരു കമ്പനിയുടെ വേരിയസ് ലോജിസ്റ്റിക്കൽ സ്റ്റേജസ് ഉണ്ടല്ലോ. അതായത് മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പിന്നെ കസ്റ്റമർ സർവീസ്, അത്തരത്തിലുള്ള കമ്പനിയുടെ വേരിയസ് ലോജിസ്റ്റിക്കൽ സ്റ്റേജസിന്റെ ഒരു ഇന്റഗ്രൽ മാനേജ്മെന്റിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് എന്ന് പറയാം. ഇന്റഗ്രൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് സംയോജിപ്പിക്കുന്ന ഒരു മാനേജ്മെന്റ്, അതിനെയാണ് സപ്ലൈ ചെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സപ്ലൈ ചെയിൻ എന്താ? ഒരു നെറ്റ്വർക്ക് ആണ്. ഇത്തരത്തിലുള്ള വേരിയസ്, ഒന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിന്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീരീസ് ഓഫ് ആക്ടിവിറ്റീസിനെ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് സപ്ലൈ ചെയിൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്കൊരു ടിപ്പിക്കൽ സപ്ലൈ ചെയിനിന്റെ ഒരു ഫ്ലോ ചാർട്ട്, ഒരു പിക്ചർ, നമുക്ക് ഒരു എക്സാമ്പിൾ മാത്രമാണത്. ഇപ്പൊ ഇത് കണ്ടോ, ഇതില് റോ മെറ്റീരിയൽ പറയുന്നുണ്ട്, സെമി ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇൻ കൺസ്യൂമേഴ്സ്. അപ്പൊ റോ മെറ്റീരിയൽ ഒരു സെമി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി മാറുന്നു, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നു, പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലോട്ട് കൈമാറുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അത് എൻ കൺസ്യൂമേഴ്സിലോട്ട് കൊടുക്കുന്നു. അപ്പം ഇത്തരത്തില് നമുക്ക് ഇപ്പൊ തന്നെ ഒരുപാട് ഫംഗ്ഷൻ വന്നില്ലേ. അപ്പൊ ഈ ഫംഗ്ഷനൊക്കെ ഒരു സപ്ലൈ ചെയിൻ ആയിട്ട് പറയാം. അപ്പൊ ആ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ
റോ മെറ്റീരിയൽ സെമി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി മാറുന്നു. പിന്നെ അവിടുന്ന് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അങ്ങനെ എൻഡ് കൺസ്യൂമേഴ്സിൽ എത്തുന്നത് വരെയുള്ള ഈ ഒരു ചെയിനെ നമുക്ക് സപ്ലൈ ചെയിൻ എന്ന് പറയും. ഇത് സപ്ലൈ ചെയിൻ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു പിക്ചർ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് സീംലെസ് സപ്ലൈ ചെയിൻ. സീംലെസ് സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സീംലെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് വരുന്ന തടസ്സമില്ലാത്ത. തടസ്സമില്ലാത്തൊരു സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സപ്ലൈ ചെയിനെയാണ് നമ്മൾ സീംലെസ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ തടസ്സമില്ലാത്തന്ന് പറയുമ്പോൾ അവിടുത്തെ ഇൻഫോർമേഷൻ ഫ്ലോസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ടൈമിൽ നമുക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടിയിട്ട് കറക്റ്റ് ടൈമിൽ പ്രവർത്തിച്ച് നമ്മൾ എൻഡ് കൺസ്യൂമേഴ്സിലോട്ട് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഒരു സീംലെസ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ആ സപ്ലൈ ചെയിന്റെ പ്ലാനിങ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. ആ പ്ലാനിങ്ങിനെ കറക്റ്റായി എക്സിക്യൂട്ട് ചെയ്യുന്നത് എൻഡ് കൺസ്യൂമേഴ്സിന്റെ സാറ്റിസ്ഫാക്ടറിക്ക് അനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് അതായത് ടൈമിൽ അതായത് ക്വാണ്ടിറ്റിയിൽ അതായത് പ്ലേസിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സീംലെസ് സപ്ലൈ ചെയിൻ എന്ന് പറയും. അതായത് സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സപ്ലൈ ചെയിൻ. ഇത്രയേ ഉള്ളൂ സീംലെസ് സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സീംലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടസ്സമില്ലാത്ത. അപ്പൊ അത്തരത്തിലുള്ള ഒരു തടസ്സമില്ലാത്ത ഒരു സപ്ലൈ ചെയിൻ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇപ്പൊ സപ്ലൈ ചെയിൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ജി ഡി പിയിൽ നിന്ന് നമുക്ക് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലോട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് 13 to 20% ആണെന്ന് പറയുന്നുണ്ട്. ഡെവലപ്പിംഗ് കൺട്രീസിൽ ആ കൺട്രിയുടെ ജി ഡി പിയുടെ 13 to 20% ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലോട്ടുള്ള എക്സ്പെൻഡിച്ചറിലോട്ട് പോകുന്നുണ്ട്. ഈ ഡെവലപ്ഡ് കൺട്രീസിൽ അത് എത്രയാണ്? 7 to 10% വരെ. അപ്പം ലോജിസ്റ്റിക്സ് അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് എക്കണോമിയിലൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ കൺസെപ്റ്റ് ഓഫ് ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ്. പിന്നെ ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത്തരത്തിലുള്ളൊരു നമ്മുടെ ഈ സപ്ലൈ ചെയിന്റെ ഒരു കോർഡിനേഷൻ ഒക്കെയാണ് ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് ഫംഗ്ഷന്റെ ഒരു കോർഡിനേഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത സംയോജിപ്പിച്ച് വെച്ചിട്ടുള്ള ഇത്തരത്തിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് എന്ന കൺസെപ്റ്റിന് രണ്ട് ഇന്റർ റിലേറ്റഡ് എഫേർട്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഒന്ന് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ, പിന്നെ ലോജിസ്റ്റിക്സ് കോർഡിനേഷൻ. ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആ മെറ്റീരിയൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ്, പിന്നെ മെറ്റീരിയൽസിന്റെ മാനേജ്മെന്റ്, ഇന്റേണൽ ഇൻവെന്ററി ട്രാൻസ്ഫർ, ഒരു കമ്പനിയുടെ തന്നെ അകത്തൊക്കെയുള്ള ഇൻവെന്ററീസിന്റെ ട്രാൻസ്ഫർ, അകത്തുള്ള ഇൻവെന്ററീസിന്റെ ട്രാൻസ്ഫർ ഒക്കെയാണ് ഈ ലോജിസ്റ്റിക്സ് ഓപ്പറേഷനിൽ വരുന്നത്. റോ മെറ്റീരിയൽസ് നമ്മളിപ്പം റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്ത ഒരു മെറ്റീരിയൽ ആക്കി എടുത്ത് ആ മെറ്റീരിയൽ വെയർഹൗസിൽ കൊണ്ടുപോയി വെയർഹൗസിൽ നിന്ന് നമ്മള് കൺസ്യൂമേഴ്സിൽ എത്തിക്കുക അല്ലെങ്കിൽ റീറ്റെയിൽ സെന്ററിലോട്ട് എത്തിക്കുന്ന അത്തരത്തിലുള്ള ആ മെറ്റീരിയൽസിന്റെ പ്രോസസ്സിനൊക്കെയാണ് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ലോജിസ്റ്റിക്സ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മള് പ്ലാനിങ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പെർട്ടൈൻസ് ടു ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭാവിയിലോട്ട് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യില്ലേ? നമ്മൾ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഭാവിയിലോട്ട് ഫോർകാസ്റ്റ് ചെയ്യും, പ്രവചിക്കും ഭാവിയിലോട്ട്. അപ്പം പ്ലാൻ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള പ്ലാനിങ്, ഫോർകാസ്റ്റിംഗ്, പിന്നെ ഓർഡർ പ്രോസസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിങ്, പിന്നെ ഓപ്പറേഷണൽ പ്ലാനിങ്, പ്രൊഡക്റ്റ് പ്രൊക്യൂർമെന്റ്, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് തൊട്ടിട്ട് പിന്നെ മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാൻ, മെറ്റീരിയൽസ് എത്രത്തോളം വേണമെന്ന് എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളതിന്റെ പ്ലാനിങ് ഒക്കെ ഈ ലോജിസ്റ്റിക്സ് കോർഡിനേഷനിലാണ് വരുന്നത്. അപ്പം ഇത്തരത്തില് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഫ്ലോ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഈ ലോജിസ്റ്റിക്സ് കോർഡിനേഷൻ സാധ്യമാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിന്റെ രണ്ട് ഇന്റർ റിലേറ്റഡ് എഫേർട്സ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് കോർഡിനേഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് സപ്ലൈ ചെയിൻ ഡ്യൂറിങ് COVID-19 പാൻഡമിക് അതെന്താന്ന് നോക്കാം. COVID-19 പാൻഡമിക്കിന്റെ സമയത്ത് സപ്ലൈ ചെയിൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇപ്പൊ COVID-19 സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് നമുക്ക് സാധനങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ എത്താണ്ടിരിക്കുക. അപ്പൊ ആളുകൾക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റിയിരുന്നില്ല. അപ്പൊ ആ സമയത്തൊക്കെ ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെ? ഷോർട്ടേജ് ഓഫ് വർക്ക് ഫോഴ്സിന്റെ ഷോർട്ടേജ്, ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ജോലിക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് തൊഴിലാളികളുടെ അഭാവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽ നമുക്കത് പ്രൊക്യൂർ ചെയ്യാൻ പോലും പറ്റില്ല. നമുക്ക് പുറത്തിറങ്ങാനും കൂടി പറ്റാണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ബിസിനസിന്റെ കാര്യത്തിലൊന്നും ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുപോലെ ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽ, പിന്നെ ഡാമ്പനിങ് ഇൻ ഡിമാൻഡിന്റെ കുറവും, പിന്നെ ക്ലോസ്ഡ് മാർക്കറ്റ് പ്ലേസ് ഒക്കെ ഭയങ്കര ക്ലോസ് ആണ്. നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങാൻ കടകളൊന്നും തുറന്നിരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ചില ടൈമിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മാർക്കറ്റ് പ്ലേസ് ക്ലോസ്ഡ് ആയിരുന്നു. ഇത്തരത്തിലുള്ള
കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ COVID-19 പാൻഡമിക്കില് നമുക്ക് സപ്ലൈ ചെയിൻ ഇൻ ഇന്ത്യ സഫേർഡ് വെരി ബാഡ്ലി എന്ന് പറയുന്നത്. അതിനുള്ള റീസൺസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് സപ്ലൈ ചെയിൻ ആ സമയത്ത് കുറച്ച് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്തിരുന്നു. അപ്പം നമുക്കൊരു ഹ്യൂജ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ ആ സ്റ്റേജില്. എല്ലാ കാര്യവും നമുക്ക് കറക്റ്റ് കിട്ടണം. ആളുകൾ ഒരുപാട് മരണപ്പെടുന്നതും ആളുകളുടെ ആരോഗ്യത്തിനുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നൊക്കെ സമയമാണ്. അപ്പം ഹ്യൂജ് ഷോർട്ടേജ് ഓഫ് ഓക്സിജന്റെ അഭാവം നമുക്കുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ഹോസ്പിറ്റൽസിൽ. അപ്പം അത് ഒരു സീരിയസ് ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് ഉണ്ടാക്കി. അപ്പൊ നമ്മൾ ഇതൊക്കെ തരണം ചെയ്യാൻ നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്ത് നമുക്ക് ഈ ഓക്സിജൻ സിലിണ്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാ ചെയ്തത്? അപ്പം നമ്മുടെ ഇന്ത്യൻ റെയിൽവേസ് ഓക്സിജൻ ഓക്സിജൻ എക്സ്പ്രസ് ട്രെയിൻസ് തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഫില്ല് ചെയ്തിട്ടുള്ള ടാങ്കേഴ്സ് ട്രെയിൻസിൽ പല പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ ഈ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് ഉള്ള ലോക്കൽ മൂവ്മെന്റ് നടന്നത് നമ്മുടെ ജില്ലാ ഭരണകൂടങ്ങള് അവിടെയുള്ള ലോക്കൽ അതോറിറ്റീസ് ഒക്കെ നമ്മുടെ ലോക്കൽ മൂവ്മെന്റ് നടത്തി നമ്മൾ റെയിൽവേ ട്രാക്കിൽ നിന്ന് നമുക്ക് ഹോസ്പിറ്റലിന്റെ സ്റ്റോറേജ് പോയിന്റ്സിലോട്ട് ഈ ഓക്സിജൻ ടാങ്കേഴ്സ് എത്തിക്കാൻ നമുക്ക് പറ്റി. അപ്പം അതൊക്കെ ഒരു തരത്തിലൊരു ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയിനിന്റെ നമുക്ക് അതിലൊക്കെ ഒരു ചെയിൻ കിടക്കുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പം നമ്മളെ COVID-19 പാൻഡമിക്കിന്റെ സമയത്ത് ഉണ്ടായിരുന്ന സപ്ലൈ ചെയിനിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമുക്ക് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ കമ്പോണൻസ് പറയാം. അപ്പം ആ പിക്ചറിലോട്ട് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 6 കമ്പോണൻസ് ആണ് ഞാൻ ഇവിടെ ഇപ്പൊ ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ പിക്ചർ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്കൊരു കുറച്ചും കൂടെ അതിന്റെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഡിമാൻഡ് പ്ലാനിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിന് സെയിൽസ് ഉണ്ടാവണം. അപ്പൊ ആ സെയിൽസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാനിങ് നടത്തുകയാണ്. നമുക്ക് ആ പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് ഡിമാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അത്തരം പ്ലാനിങ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവുമോ അതിനെ കുറിച്ചുള്ള പ്ലാനിങ്. ഇപ്പൊ നമ്മൾ വേനൽക്കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ AC-യും ഫാനും ഒക്കെ നല്ല ഡിമാൻഡ് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പം മഴക്കാലത്ത് കുടയ്ക്ക് ഡിമാൻഡ് ഉണ്ട്. അപ്പൊ ആ ടൈമിനനുസരിച്ച് ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഡിമാൻഡ് നമ്മൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടൈമിനനുസരിച്ചിട്ട് ഡിമാൻഡ് പ്ലാൻ ചെയ്യുക. അത്തരത്തിലുള്ള ഡിമാൻഡ് പ്ലാനിങ് ഒക്കെ ഒരു കമ്പോണന്റ് ആണ്. പിന്നെ സ്റ്റോറേജ് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വെയർ ഹൗസിലോട്ട് മാറ്റും. അതിൽ നിന്നാണ് പിന്നെ മറ്റ് ഡിസ്ട്രിബ്യൂഷൻ ലൈനിലോട്ടൊക്കെ നമ്മൾ മാറ്റുന്നത്. അപ്പം അത് നന്നായിട്ട് സ്റ്റോറേജ് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മള് മെറ്റീരിയൽസ് കറക്റ്റ് ഒരു കേടുപാട് കൂടാണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റണം. മെറ്റീരിയൽസ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണം. കറക്റ്റ് ടൈമില് നമുക്ക് പ്രൊഡ്യൂസേഴ്സിലോട്ട് എത്തിക്കുന്ന രീതിയിൽ അടുത്തുള്ള വെയർ ഹൗസിൽ നമ്മള് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ മെറ്റീരിയൽസ് കേടുപാടാത്ത ഈസി വേസിൽ നമുക്ക് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റണം. അത്തരത്തിലുള്ള വെയർ ഹൗസിംഗ് മാനേജ്മെന്റ് ഒക്കെയാണ് സ്റ്റോറേജ് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗിൽ നമ്മളൊരു കമ്പോണന്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. അതും നമ്മൾ സ്റ്റോക്കിന്റെ മാനേജ്മെന്റിനെയാണ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്റ്റോക്ക് ആവശ്യ സമയത്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ സ്റ്റോക്ക് വല്ലാണ്ട് കൂടിയാൽ നമുക്കത് ലോസും ആവും, വല്ലാണ്ട് കുറഞ്ഞാൽ അതും ലോസ് ആവും. അപ്പൊ നമ്മളെ സ്റ്റോക്ക് ഒരു മിനിമം ലെവൽ, ഒരു ഒപ്റ്റിമൽ ലെവലിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അത്തരത്തിലൊക്കെ മാനേജ് ചെയ്യുന്നതൊക്കെയാണ് ഇൻവെന്ററി മാനേജ്മെന്റിൽ പറയുന്നത്. ഇപ്പൊ നെക്സ്റ്റ് ഫ്ലീറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ, ഒരുപാട് മൂവ്മെന്റ് ഈ ലോജിസ്റ്റിക്സിൽ നടക്കുന്നുണ്ട്. അപ്പം ഒരുപാട് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനൊക്കെ മാനേജ് ചെയ്യുന്നതിനെയാണ് ഫ്ലീറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് കാർ ആവാം, ട്രക്ക് ആവാം, ലോറി ആവാം, പിന്നെ ട്രെയിനിലാവാം, അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിലടക്കം നമ്മള് മൂവ്മെന്റ് നടത്തുന്നുണ്ടാവാം, ഷിപ്പിൽ നടത്തുന്നുണ്ടാവാം. പിന്നെ ഈ ഷിപ്പിന്റെ ഒക്കെ കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അത്, പിന്നെ ജനറേറ്റേഴ്സ്, അത്തരത്തിലുള്ളതൊക്കെയാ അതിന്റെയൊക്കെ ഒരു മാനേജ്മെന്റ് ആണ് ഫ്ലീറ്റ് മാനേജ്മെന്റ്. അപ്പൊ ഇതിലൊക്കെ എന്തൊക്കെ വരും? ഫ്യൂവൽ മാനേജ്മെന്റ് വരും. നമ്മൾ ഇന്ധനം നിറയ്ക്കുന്ന അതിലൊക്കെ ഒരു കോസ്റ്റ് മിനിമൈസ് ചെയ്ത് മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുക. പിന്നെ നമ്മളെ വെഹിക്കിൾസിന്റെ പെർഫോമൻസ്, എഫക്റ്റീവ് ആയിട്ട് വെഹിക്കിൾ പെർഫോമൻസ് ചെയ്യുക. അതുപോലെ ഡ്രൈവേഴ്സിന്റെ പെർഫോമൻസ്, ഡ്രൈവേഴ്സിന്റെ ഹെൽത്ത്, വെഹിക്കിളിന്റെ ഹെൽത്ത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതൊക്കെ ഫ്ലീറ്റ് മാനേജ്മെന്റിൽ പറയാം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്, നമ്മുടെ മൂവ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. നമുക്ക് കറക്റ്റ് ടൈമിൽ
നമ്മൾ എൻഡ് കൺസ്യൂമേഴ്സിലോട്ട് എത്തിക്കുന്ന തരത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റണം. കറക്റ്റ് ടൈമിൽ നമ്മളെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മളെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് വെയർ ഹൗസിലോട്ട് മാറ്റാനും വെയർ ഹൗസിൽ നിന്ന് മറ്റ് റീറ്റെയിൽ യൂണിറ്റിലോട്ടോ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിലോട്ടോ എത്തിക്കാനൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യുന്ന പറ്റണം. അത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിനാണ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഫോർമേഷൻ ആൻഡ് കൺട്രോൾ. ഇപ്പൊ ഇൻഫോർമേഷൻസ് ഇപ്പൊ എന്തൊക്കെ ഉണ്ടാവും? ഇപ്പൊ കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ്, കൺസ്യൂമേഴ്സിന്റെ സാറ്റിസ്ഫാക്ടറി ലെവൽ എത്രത്തോളാണ്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള അവരുടെ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് തൊട്ടിട്ട് നമ്മളെ ടെക്നോളജീസ് വരെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടെക്നോളജീസ് ബിസിനസ്സിലോട്ട് ഇപ്പൊ എല്ലാ ബിസിനസ്സും അഡാപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മളെ സക്സസിലോട്ട് നയിക്കുന്ന വളരെ വലിയൊരു ഘടകമാണ്. അപ്പം അത്തരത്തിൽ ഇൻഫോർമേഷൻസ് എത്രത്തോളം അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക, അതിന്റെ ഒരു ഫ്ലോ നമ്മുടെ ഫങ്ഷനിങ് ഒക്കെ സ്മൂത്ത് ആയിട്ട് നടക്കാൻ സഹായിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ആൻഡ് കൺട്രോൾ അതാണ് നെക്സ്റ്റ് ഒരു കമ്പോണന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കമ്പോണന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ പിക്ചർ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഇത് കിട്ടും. അപ്പൊ നമ്മൾ കമ്പോണന്റ്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഈ പിക്ചറിലുള്ള വെച്ചിട്ടൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. നമ്മളൊരു റോ മെറ്റീരിയൽ നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിന്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? ഈ ഇൻപുട്ട് ഇൻ ടു ലോജിസ്റ്റിക്സ്. ഇപ്പോൾ നാച്ചുറൽ റിസോഴ്സസ്, ഒരുപാട് റിസോഴ്സസ് നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് എടുക്കുന്നില്ലേ, അത്തരത്തിലുള്ള റിസോഴ്സസ്. പിന്നെ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സസ് വരുന്നുണ്ട്, വർക്കേഴ്സ്, ഫിനാൻഷ്യൽ റിസോഴ്സസ്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അടക്കം ഒരുപാട് കാര്യങ്ങൾ ഫിനാൻഷ്യൽ റിസോഴ്സ് വരുന്നുണ്ട്, ഇൻഫോർമേഷൻ റിസോഴ്സ് വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഇൻപുട്ടുകൾ, പിന്നെ മാനേജ്മെന്റിന്റെ ആക്ഷൻസ്, അതായത് എന്തൊക്കെയാ പ്ലാനിങ് ഇംപ്ലിമെന്റ് ചെയ്യുക, പിന്നെ കൺട്രോൾ ചെയ്യുക, അത്തരത്തിലുള്ള മാനേജ്മെന്റ് ആക്ഷൻസ്, പിന്നെ ഒരുപാട് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് താഴെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചേർന്ന് നമ്മൾ റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നു. എന്നിട്ട് അതിനുശേഷമാണ് നമ്മൾ അതിന്റെ മാർക്കറ്റിംഗ്, പിന്നെ ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി. അത് നമ്മൾ നെക്സ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് എന്താണെന്ന്. അപ്പൊ അത്തരത്തിൽ ഈ ലോജിസ്റ്റിക്സിന്റെ ഔട്ട്പുട്ട്, പിന്നെ എഫിഷ്യന്റ് മൂവ്മെന്റ് ടു കസ്റ്റമേഴ്സിലോട്ടുള്ള മൂവ്മെന്റ്, ഇത്തരത്തില് ഒരുപാട് കമ്പോണന്റ്സ് നമ്മുടെ ലോജിസ്റ്റിക്സിലുണ്ട്. അപ്പം നമ്മൾ കമ്പോണന്റ് പറയുമ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ ഈ പോയിന്റ്സ് ആയിട്ട് പറയാം. പിന്നെ അതിനെ നമുക്ക് ലിങ്ക് ചെയ്തിട്ട് ഈ പിക്ചറിനെ ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ഓരോ പോയിന്റ്സ് എഴുതാൻ പറ്റും. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ നെക്സ്റ്റ് നോക്കുക ലോജിസ്റ്റിക്സ് എലമെന്റ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു ഫേമിൽ ഉള്ള ലോജിസ്റ്റിക്സ് എലമെന്റ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ ആയിട്ട് പറയുന്നതാണ്. അപ്പൊ ഫസ്റ്റ് വൺ ഫെസിലിറ്റി ലൊക്കേഷൻ ഫെസിലിറ്റി. നമ്മുടെ ലൊക്കേഷൻ ഉണ്ടാവില്ലേ, ആ ലൊക്കേഷൻ ഡിറ്റർമിൻ ചെയ്യുക, അതിന്റെ നമ്പർ, സൈസ്, അത്തരത്തിലുള്ള എങ്ങനെയൊക്കെ വേണ്ടതെന്നുള്ളതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഡിമാൻഡ് അലോക്കേറ്റ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഫെസിലിറ്റി ലൊക്കേഷനിൽ. ട്രാൻസ്പോർട്ടേഷനിൽ എന്തായിരിക്കും, ആ ട്രാൻസ്പോർട്ടേഷൻ മോഡ് എങ്ങനെയായിരിക്കണം, അതിന്റെ വെഹിക്കിൾ ഷെഡ്യൂളിങ്, വെഹിക്കിളിന്റെ ടൈം ഒക്കെ ഷെഡ്യൂൾ ചെയ്യുക, എപ്പോഴാണ് പോകേണ്ടത് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക. കരിയർ റൂട്ടിങ്, നമ്മൾ ആ റൂട്ടിങ് ഉണ്ടാവില്ലേ, അപ്പം കറക്റ്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകണം, എത്ര ടൈമിലാണ് പോകണം എന്നുള്ളതിന്റെ ഒക്കെ ഒരു പ്ലാനിങ് ഒക്കെയാണ് പറയുന്നത്. അതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു എലമെന്റിൽ പറയും. പിന്നെ ഇൻവെന്ററീസ്, അപ്പൊ അതായത് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്ക് ചെയ്യുന്ന പോളിസീസ്, അതിന്റെ റെക്കോർഡ് കീപ്പിംഗ്, പിന്നെ സപ്ലൈ ഷെഡ്യൂൾ ചെയ്യുന്നത്, ഷോർട്ട് ടേമിൽ സെയിൽസ് പ്ലാൻ ചെയ്യുന്നത്, അതൊക്കെ ഇൻവെന്ററീസ് എന്ന് പറയുന്ന ഒരു എലമെന്റിൽ പറയാം. പിന്നെ നെക്സ്റ്റ് കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുക, കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസ്, നമ്മൾ കൊടുക്കുന്ന സർവീസിനനുസരിച്ചുള്ള കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കസ്റ്റമർ സർവീസിൽ പറയുന്നത്. അപ്പം ഇതൊക്കെ ലോജിസ്റ്റിക്സ് എലമെന്റ് ആണ് ഒരു ഫേമില്. നെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടി ഉണ്ട്, ഓർഡർ പ്രോസസിങ് ആൻഡ് ഇൻഫോർമേഷൻ ഫ്ലോസ്. നമ്മൾ സെയിൽസ് ഓർഡർ ചെയ്യില്ലേ, ആ സെയിൽസ് ഓർഡർ ചെയ്യുന്ന പ്രോസസ്സ്. ഈ ഇൻഫോർമേഷൻ, നമ്മൾ ഒരുപാട് ഇൻഫോർമേഷൻ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞു, അത്തരത്തിലുള്ള ഇൻഫോർമേഷന്റെ കളക്ഷനും സ്റ്റോറേജ്, പിന്നെ ഡാറ്റ അനാലിസിസ്, ഇതൊക്കെയാണ് ഈ ഒരു എലമെന്റ്. പിന്നെ വെയർ ഹൗസിംഗ് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്. ഈ വെയർ ഹൗസ് പറയുമ്പം ആ സ്റ്റോറേജ് അല്ലെങ്കിൽ ആ വെയർ ഹൗസിന്റെ സ്പേസ് ഡിറ്റർമിൻ ചെയ്യുക, സ്റ്റോക്കിന്റെ ലെവൽസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുക, പിന്നെ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്ന എക്യുപ്മെന്റിനെ സെലക്ട് ചെയ്യുന്നത്, പിന്നെ സ്റ്റോക്കിന്റെ ഈ സ്റ്റോറേജും പിന്നെ എക്യുപ്മെന്റ് റീപ്ലേസ് ചെയ്യുന്ന പോളിസീസ്, അത്തരത്തിലുള്ള വെയർ ഹൗസിംഗും മെറ്റീരിയൽ ഹാൻഡ്ലിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എലമെന്റിൽ. നെക്സ്റ്റ് നമുക്ക് പ്രൊട്ടക്ഷൻ പാക്കേജിങ്. നമ്മൾ സാധനങ്ങൾ കേടുപാട് കൂടാണ്ട് പ്രോപ്പർ ആയിട്ട് എത്തിക്കാൻ കഴിയണമെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ സ്റ്റോറേജ് നന്നായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അതാണ് ഈ ഒരു എലമെന്റിൽ പറയുന്നത്. പിന്നെ പ്രൊഡക്റ്റ് ഷെഡ്യൂളിങ്ങും, നമ്മൾ എത്രത്തോളം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അതിന്റെയൊക്കെ ഒരു ടൈമിങ്, പ്രൊഡക്ഷന്റെ ഒരു ടൈമിങ്, സീക്വൻസിങ്, അതൊക്കെയാണ്. ആ പ്രൊഡക്ഷന്റെ ക്വാണ്ടിറ്റീസ് ഒക്കെ എത്രത്തോളം ആയിരിക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഒരു എലമെന്റ് ആണ്
ഇത്. ഇപ്പൊ നമ്മൾ കുറച്ച് ലോജിസ്റ്റിക്സ് എലമെന്റ് പറഞ്ഞ ഫെസിലിറ്റി ലൊക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻവെന്ററീസ്, കസ്റ്റമർ സർവീസസ്, പിന്നെ ഓർഡർ പ്രോസസ്സിങ്, പിന്നെ വെയർ ഹൗസിങ്, പ്രൊട്ടക്ഷൻ പാക്കേജിങ്, പ്രൊഡക്റ്റ് ഷെഡ്യൂളിങ്, ഇത്തരത്തിൽ കുറച്ച് ലോജിസ്റ്റിക്സ് എലമെന്റ്, ഒരു ഫേമിൽ ലോജിസ്റ്റിക്സ് എലമെന്റ് ആണ്. കുറച്ച് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഡെവലപ്മെന്റ് ഓഫ് ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് ഇത് തുടക്കത്തിൽ ഒരു അറ്റൻഷൻ ഒക്കെ കിട്ടിയത് 1990s ഏർലി 1990s. അപ്പം കൂടുതൽ എംഫസൈസ് ചെയ്തത് ഗൾഫ് വാർ, ആഫ്റ്റർ ദ ഗൾഫ് വാർ 1991 ഉണ്ടായിട്ടുള്ള ഗൾഫ് വാറിന് ശേഷം നമുക്ക് ആളുകളെയും സ്റ്റോർ സപ്ലൈസ്, നമ്മൾ സ്റ്റാഫ്സിനെയും അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ സ്റ്റോർ സപ്ലൈസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെയാണ് ഒരു സക്സസിലോട്ടുള്ള കീ ഫാക്ടർ ആയിട്ട് വേണ്ടി വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ലോജിസ്റ്റിക്സിന്റെ ഒരു തുടക്കം ഉണ്ടാവുന്നത്. അതായത് ഈ സ്റ്റോർ സപ്ലൈസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഇനി ഒരു വാറിന് ശേഷമൊക്കെ നമുക്കൊരു ഒരു പുനർജീവനം പോലെയൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിലൊക്കെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടക്കണം. അപ്പൊ അങ്ങനെയാണ് ലോജിസ്റ്റിക്സിന്റെ ഒരു തുടക്കം വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പൊ ഗ്ലോബലൈസേഷൻ ഒക്കെ 1991 ഇന്ത്യയിലൊക്കെ നമ്മുടെ എക്കണോമിക് റിഫോംസ് നടന്നു. മറ്റേ പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പൊ ഗ്ലോബലൈസേഷൻ വന്ന സമയത്ത് ഇന്ത്യ മറ്റ് രാജ്യങ്ങളായിട്ടൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും ഇന്റർനാഷണൽ ബിസിനസ് ഒക്കെ കുറച്ചുകൂടി വളർന്നു. അപ്പം അങ്ങനെ ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി വന്ന സമയത്ത് ലോജിസ്റ്റിക്സ് ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആയി മാറി. ലോജിസ്റ്റിക്സിന്റെ കോസ്റ്റ്, അതായത് ലോജിസ്റ്റിക്സ് എന്തായാലും വേണം എന്നായി. അപ്പൊ അതിലോട്ടുള്ള എക്സ്പെൻഡിച്ചർ ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആയി കുറെ ഓർഗനൈസേഷൻ. ഇപ്പം നമ്മൾ ഗ്ലോബലൈസേഷൻ വന്നേ പിന്നെ കുറച്ചും കൂടെ ഒക്കെ ബിസിനസ് കോംപ്ലക്സ് ആയി, കുറച്ചും കൂടി ലോങ്ങർ ആയി, കുറച്ചും കൂടി കോസ്റ്റ്ലി ആയി നമ്മുടെ ബിസിനസ്. അപ്പൊ ബിസിനസ് അങ്ങനെ കോസ്റ്റ്ലി ആയപ്പോ എന്താ, ഒരു എക്സലന്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഇനി നമ്മളൊരു ഈ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ ഫുള്ളി ലിവറേജ് ചെയ്യണമെങ്കിൽ ഒരു എക്സലന്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് വേണം എന്നൊക്കെ മനസ്സിലാക്കി. ഇത്തരത്തിലാണ് നമ്മൾ ലോജിസ്റ്റിക്സിന്റെ ഡെവലപ്മെന്റ് ഒക്കെ നടന്നത്. അപ്പം ഈ ലോജിസ്റ്റിക്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിന്റെ വളർച്ചയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ് ഇൻഫർമേഷൻ സിസ്റ്റം ടെക്നോളജി, പിന്നെ ഇൻക്രീസ്ഡ് എംഫസൈസ് ഓൺ കസ്റ്റമർ സർവീസിലോട്ടൊക്കെ നമുക്ക് കുറച്ചുകൂടി ഫോക്കസ് കൂടി അവരുടെ നീഡ്സും വാണ്ട്സും മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. ഇതൊക്കെ ലോജിസ്റ്റിക്സ് ഗ്രോ ചെയ്യാനുള്ള കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സിസ്റ്റം അപ്രോച്ച്, ഈ സിസ്റ്റം അപ്രോച്ച് മറ്റൊരു കാരണമാണ്. ഈ സിസ്റ്റം അപ്രോച്ച് എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ കൺസെപ്റ്റ് ആണ് ലോജിസ്റ്റിക്സിൽ. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു സിസ്റ്റം ആണ്. സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരുപാട് ഫംഗ്ഷൻ ഒക്കെ കൂടിയതാണല്ലോ ലോജിസ്റ്റിക്സ്. അപ്പൊ അത് തന്നെ ഒരു സിസ്റ്റം ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പം അതിനൊരു ഓർഡർലി ഫ്ലോ ഓഫ് മെറ്റീരിയൽ പേഴ്സണൽ നമ്മൾ ലോജിസ്റ്റിക്സ് ചാനലിൽ നടക്കുന്നുണ്ട്. അപ്പൊ സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്തരത്തിലുള്ള ഈ ഫംഗ്ഷൻസിന്റെ ഒക്കെ ഇന്ററാക്ഷൻസ്, പരസ്പരമുള്ള ഈ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ എങ്ങനെയൊക്കെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അവർ പരസ്പരം എഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ മറ്റൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ മറ്റൊരു ആക്ടിവിറ്റി നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, നമ്മൾ അങ്ങോട്ട് എങ്ങനെ ബാധിക്കുന്നു, അതിനെയൊക്കെ പറയുന്ന ഒരു പേരാണ് സിസ്റ്റം അപ്രോച്ച്. ഇതിന് നമുക്കൊരു പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഓരോ ഇൻഡിവിജ്വൽ എഫേർട്സ് ഉണ്ടാവില്ല, ഓരോ ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിന്റെ ഇൻഡിവിജ്വൽ എഫേർട്ട് എന്ന് പറയുന്നത് അതിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും ഇത് മൊത്തം കൂടിയിട്ടുള്ള ഒരു എഫേർട്ട് എന്ന് പറയുന്നത്. അതായത് മൊത്തം കൂടിച്ചേർന്നതിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് ഒക്കെ എന്ന് പറയാം. അപ്പം അതിന്റെയൊക്കെ മൊത്തം റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ മൊത്തം ഔട്ട്കം എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ എഫേർട്ടിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് നമ്മൾ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ഇൻഡിവിജ്വൽ എഫേർട്ടിനൊക്കെ സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ സിസ്റ്റം അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ റോൾ ഓഫ് ലോജിസ്റ്റിക്സ് ഇൻ ദ എക്കണോമിയിലുള്ള ലോജിസ്റ്റിക്സിന്റെ റോൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു GDP ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ GDPയുടെ 13 to 20% വരെയൊക്കെ ലോജിസ്റ്റിക്സിനും SCMയിലോട്ടാണ് അതിന്റെയൊക്കെ എക്സ്പെൻഡിച്ചറിലോട്ടാണ് ഇത്രയും GDPയുടെ ഇത്രയും പെർസെന്റേജ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ തന്നെ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അത് നമ്മളൊരു കൺട്രിയില്. അപ്പൊ ഒരുപാട് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസിലോട്ട് ഈ ഇത്തരത്തിലുള്ള കോസ്റ്റ് ഉണ്ടാവുന്നതിലൂടെ തന്നെ നമുക്ക് ലോജിസ്റ്റിക്സ് എക്കണോമിയിലോട്ടും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിപ്പോ പറയാനാണെങ്കിൽ ഒരുപാട് ഇറ്റ് ഈസ് an important activity in facilitating the sale of virtually all goods and services. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്കൊരു മനുഷ്യനിലോട്ട് ഒരു
സാധാരണക്കാരനിലോട്ട് അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിലോട്ട് എത്തിക്കുന്നത് വരെ ഒരുപാട് അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ കൂടെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എക്കണോമിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എന്തൊക്കെ പറയാം, സപ്ലൈ ചെയിന്റെ എഫിഷ്യന്റ്, ട്രേഡ് ഫെസിലിറ്റേഷൻ. ട്രേഡ് ഫെസിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സാധനങ്ങൾ നമുക്ക് കറക്റ്റ് ടൈമിൽ കിട്ടും. അത് തന്നെ നമ്മൾ എക്കണോമിയിലെ ഒരു ഡെവലപ്മെന്റ് കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആ കറക്റ്റ് ടൈമിൽ നമുക്ക് കയ്യിൽ കിട്ടും, നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എക്കണോമിക് ഡെവലപ്മെന്റ് ഒരു കാര്യമാണ്. ഇപ്പൊ ട്രേഡ് ഫെസിലിറ്റേഷൻ, സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ കഴിയുന്നുണ്ട് ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിലൂടെ. അപ്പം നമുക്ക് സാധനങ്ങൾ കയ്യിലോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ജോബ് ക്രിയേഷൻ, ഇപ്പം ഇതിലൂടെ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിലൂടെ തന്നെ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നത് നമ്മൾ എക്കണോമിയിലോട്ട് പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ സെയിം ഇൻഡസ്ട്രിയിൽ നമ്മളെ തന്നെ വ്യത്യസ്തമാക്കുന്ന, നമ്മളെ സുപ്പീരിയർ ആക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സിനെ നമ്മളിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പം ഗൾഫ് കൺട്രീസിനൊക്കെ അവർക്ക് ഈ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ അവർ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അവിടെ നല്ല ലഭ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പെട്രോളിയം പ്രൊഡക്ട്സ്. അപ്പൊ അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അതിലൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട് മറ്റുള്ള കൺട്രീസിനൊക്കെ അപേക്ഷിച്ചിട്ട് എന്ന് പറയാം. അപ്പൊ നമുക്കൊക്കെ ഈ റൈസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ഇന്ത്യ കുറച്ച് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ള കൺട്രീസിനെ അപേക്ഷിച്ച് നമുക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയാം. അപ്പൊ അതാണ് നമ്മൾ കോമ്പറ്റീറ്റീവ്. മറ്റുള്ളതിൽ നിന്ന് നമ്മളെ ഒരു മേജർ ആക്കുന്ന, നമ്മളെ സുപ്പീരിയർ ആക്കുന്ന ഒരു ഇതുണ്ടെങ്കിൽ അതിന് നമ്മൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയും. മറ്റുള്ള ഒരു സെയിം പ്രൊഡക്റ്റ് മറ്റൊരു കമ്പനിയും നമ്മളും വിൽക്കുന്നുണ്ട്, പക്ഷെ അവർ വിൽക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. സെയിം സംഭവമാണ്, സെയിം ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വിൽക്കാൻ പറ്റും, പക്ഷെ നമ്മൾ കുറഞ്ഞ വിലക്കാണെങ്കിൽ ആളുകൾ നമ്മളിലോട്ട് ഫോക്കസ് ചെയ്യണം. അപ്പൊ അതിനൊക്കെയാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. പിന്നെ മാർക്കറ്റ് ആക്സസ്, എല്ലാവർക്കും മാർക്കറ്റിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ സപ്പോർട്ട് ഫോർ അതർ ഇൻഡസ്ട്രീസ്, ഇപ്പൊ ഒരുപാട് ഇൻഡസ്ട്രീസ് ഈ ഇടയിൽ ചെയിനിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടാവും. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതർ ഇൻഡസ്ട്രീസിലോട്ടുള്ള സപ്പോർട്ട്, അത് എക്കണോമിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് പറയാം എക്കണോമിക് ഗ്രോത്ത്. ഇതിലൂടെയൊക്കെ നമുക്ക് എക്കണോമിയിലോട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നത് ബിസിനസിനെ നമ്മൾ സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. അത് നമ്മളെ എക്കണോമിയിലോട്ടും അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ വരും. പിന്നെ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, അതിപ്പോ എങ്ങനെയാ, നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെയും ഒക്കെ നമുക്ക് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിയിലോട്ട് ലീഡ് ചെയ്യാൻ അത് സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എക്കണോമിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ലോജിസ്റ്റിക്സ് എക്കണോമിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ വൺ ഓഫ് ദ ഫണ്ടമെന്റൽ വേസ് ദാറ്റ് ലോജിസ്റ്റിക്സ് ആഡ് വാല്യൂ ഈസ് ബൈ ക്രിയേറ്റിംഗ് യൂട്ടിലിറ്റി. ലാസ്റ്റ് പോയിന്റ്, അതായത് ലോജിസ്റ്റിക്സ് വാല്യൂ ആഡ് ചെയ്യുന്നത് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയാണ്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും, അത് നമുക്ക് നോക്കാം. ഇപ്പൊ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു എക്കണോമിക് സ്റ്റാൻഡ് പോയിന്റിൽ നമുക്ക് പറയുകയാണെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു ഐറ്റം, നമുക്കൊരു സാധനം നമുക്ക് എത്രത്തോളം നമ്മുടെ വാണ്ട് അല്ലെങ്കിൽ നീഡ് ഫുൾഫില്ല് ചെയ്യാൻ അതിന് പറ്റുന്നുണ്ടോ, അതിന്റെ യൂസ്ഫുൾനെസ് എത്രത്തോളം ആണോ, അതാണ് അതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ represent the value or usefulness that an item or service has in fulfilling a want or need. ഒരു ഐറ്റത്തിന്റെ വാല്യൂ, അതിന്റെ അല്ലെങ്കിൽ യൂസ്ഫുൾനെസ്സിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി 4 ടൈപ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഒന്ന് ഫോം യൂട്ടിലിറ്റി, പൊസിഷൻ യൂട്ടിലിറ്റി, ടൈം യൂട്ടിലിറ്റി ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി. അപ്പം ഫോം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോപ്പർ ഫോമില് കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ ഫോമിലാക്കുന്നതന്നെയാണ്, പ്രോപ്പർ ഫോമിൽ നമുക്ക് ലഭ്യമാകുന്നതിനാണ് ഫോം യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി പൊസഷൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നതോ, അപ്പം നമുക്കൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ ക്രെഡിറ്റിലൂടെയും നമുക്ക് ലോൺ എടുത്തിട്ടും അങ്ങനെയൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങാം. അപ്പം അങ്ങനെ കസ്റ്റമേഴ്സിൽ വാങ്ങാൻ കഴിയുന്ന ആ എബിലിറ്റിനെയാണ് പൊസഷൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ ടൈം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാലോ, ഈ ടൈം യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ വാല്യൂ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് കറക്റ്റ് ടൈമിൽ നമുക്ക് സാധനങ്ങൾ ലഭ്യമാവുന്നുണ്ടെങ്കിൽ അതാണ് ടൈം യൂട്ടിലിറ്റി. അപ്പൊ പ്ലേസ് യൂട്ടിലിറ്റി അത് പറയുന്ന പോലെ തന്നെ ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ലഭ്യമാവുന്ന ഒരു ഐറ്റം അല്ലെങ്കിൽ സർവീസ് നമുക്ക് ലഭ്യമാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയും. അപ്പൊ ഫോം യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന പ്രോപ്പർ ഫോമിൽ നമുക്ക് ലഭ്യമാവുന്നത്. പൊസിഷൻ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അത് പൊസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രെഡിറ്റ് യൂസ് ചെയ്യാനും ലോൺ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്.
അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരു സാധനം വാങ്ങാം. അപ്പൊ ആ ഒരു എബിലിറ്റിനെയാണ് പൊസിഷൻ യൂട്ടിലിറ്റി. ടൈം യൂട്ടിലിറ്റി കറക്റ്റ് ടൈമിൽ നമുക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു അതിലൂടെ വാല്യൂ ആഡ് ചെയ്യുന്നതിനാണ് ടൈം യൂട്ടിലിറ്റി പറയുന്നത്. അപ്പൊ പ്ലേസ് യൂട്ടിലിറ്റി കറക്റ്റ് പ്ലേസിൽ നമുക്ക് ലഭ്യമാവുന്നതിനെയാണ് പറയുന്നത്. അപ്പൊ അതാണ് യൂട്ടിലിറ്റി. നമ്മുടെ യൂസ്ഫുൾനെസ്, ഒരു പ്രൊഡക്റ്റിന്റെ യൂസ്ഫുൾനെസ് അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ യൂട്ടിലിറ്റിയിലൂടെ നമുക്ക് ലോജിസ്റ്റിക്സിന്റെ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് കോമ്പറ്റീറ്റീവ് പെർഫോമൻസ് ആണ്. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് കോമ്പറ്റീറ്റീവ് പെർഫോമൻസ്. അപ്പൊ ഇതിൽ നമ്മൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്താണെന്ന് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു. നമുക്ക് നമ്മുടെ സെയിം ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് എക്സ്ട്രാ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മൾ സെയിം ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു കോമ്പറ്റീറ്റർ സെയിം പ്രൊഡക്റ്റ് കുറച്ചുകൂടി ഹൈ പ്രൈസിലാണ്, പക്ഷെ നമ്മൾ സെയിം ക്വാളിറ്റി തന്നെ കുറച്ചുകൂടി ലോവർ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം അതുപോലെ നമ്മളിപ്പോ ഗൾഫ് കൺട്രീസിന്റെ ഓയിൽ എക്സ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു, നമുക്കിപ്പോ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന നമുക്കുള്ള കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് പറഞ്ഞു. അതൊക്കെയാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഈ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസിനെ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജിക് പ്ലാനുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു ഓർഗനൈസേഷന് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനും കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അച്ചീവ് ചെയ്യാനൊക്കെ ഈ നമ്മുടെ സ്ട്രാറ്റജിക് പ്ലാൻ, ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജിക് പ്ലാനിൽ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് ലിങ്ക് ചെയ്യുന്നതിലൂടെ കഴിയും എന്നാണ് പറയുന്നത്. അതായത് ഒരു വാല്യൂ ചെയിൻ കൺസെപ്റ്റ് ആണ്. ഈ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിനെ നമുക്ക് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ, അതുപോലെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ബയർ വാല്യൂ ആയിട്ട് എത്രത്തോളം റിലേറ്റഡ് ആണെന്നുള്ളതൊക്കെ ഒരു വാല്യൂ ചെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഈ കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി എത്രത്തോളം അവർ പേ ചെയ്യാൻ വില്ലിംഗ് ആണ്, അതിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. എമൗണ്ട് കസ്റ്റമർ ഇസ് വില്ലിംഗ് ടു പേ ഫോർ ദ പ്രൊഡക്റ്റ്. കസ്റ്റമർ എത്ര എമൗണ്ട് ആണോ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ബിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമർ വില്ലിംഗ് ടു പേ ഫോർ ദ പ്രൊഡക്ട്സ്, അതിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അത് വാങ്ങാൻ വേണ്ടി എത്രത്തോളം എമൗണ്ട് എത്രയാണ് വാങ്ങാൻ വേണ്ടിയിട്ട് കസ്റ്റമർ ആഗ്രഹിക്കുന്നത്, അതിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ വാല്യൂ എന്നുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കസ്റ്റമേഴ്സ് പേസ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ പ്രൊവൈഡിങ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതായത് ഒരു പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പം കസ്റ്റമർ പേ ചെയ്യുന്ന എമൗണ്ടും നമ്മുടെ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കോസ്റ്റ് ആ കമ്പനിക്ക് എത്രത്തോളം വന്നു, ആ രണ്ട് എമൗണ്ടുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഫിറ്റ് ഒക്കെ പോലെ നമ്മളിപ്പോ അങ്ങോട്ട് പേ ചെയ്യുന്നതും ആ ബിസിനസിന് വേണ്ടി വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചർ കുറച്ചിട്ടുള്ള ബാക്കി പൈസയാണല്ലോ അവർക്ക് പ്രോഫിറ്റ് ആയി കിട്ടുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് പോർട്ടറുടെ വാല്യൂ ചെയിൻ ആണ്. അപ്പം ഇത് നമ്മൾ ഈ പ്രൈമറി ആക്ടിവിറ്റീസ് താഴെ പറയുന്നത് സപ്പോർട്ട് ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻ, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്, പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, സർവീസസ്. ഇതൊക്കെ പ്രൈമറി ആക്ടിവിറ്റീസ് എന്താണെന്ന് നമ്മളിപ്പോ പറയാം. അതുപോലെ സപ്പോർട്ട് ആക്ടിവിറ്റീസ് കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ, ഓർഗനൈസേഷൻ, പീപ്പിൾ, സിസ്റ്റം, ടെക്നോളജി, പ്രൊക്യൂർമെന്റ്. ഇതിൽ പ്രൈമറി ആക്ടിവിറ്റീസ് എന്താന്ന് പറയാം നമുക്ക്. 5 കാറ്റഗറീസ് ഉണ്ട് പോർട്ടർ പ്രൈമറി ആക്ടിവിറ്റീസ് ആയിട്ട് എടുത്തിട്ട്. അതായത് ഒരു ഇൻഡസ്ട്രിയിൽ കോമ്പറ്റ് ചെയ്യുന്നതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രൈമറി ആക്ടിവിറ്റീസ്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞപ്പോ എന്താ, നമ്മളുടെ ഇൻപുട്സ് റിസീവ് ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം റോ മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും. ഇപ്പം റോ മെറ്റീരിയൽ റിസീവ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അതിന് ആ ഇൻപുട്ട്, പിന്നെ ഡിസമിനേറ്റിംഗ് ഇൻപുട്ട് ടു ദ പ്രൊഡക്റ്റ്, ആ ഇൻപുട്ടിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുക, അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒക്കെയാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിൽ പറയുന്നത്. ഇനി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാലോ, നമ്മള് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിൽ വരില്ല കേട്ടോ. നമ്മളെ ഇൻപുട്ട് റിസീവ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിൽ വരുന്നത്. ഇനി ഓപ്പറേഷനിൽ വരുന്നതോ ആക്ടിവിറ്റി അസോസിയേറ്റഡ് വിത്ത് ട്രാൻസ്പോർട്ടിംഗ് ഇൻപുട്ട് ടു ദ ഫൈനൽ പ്രൊഡക്റ്റ് ഫോം. അപ്പൊ ഈ ഇൻപുട്ടിനെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന, ആ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ആ ഒരു ആക്ടിവിറ്റീസിനെയാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്. അപ്പൊ ഇൻബൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്ബൗണ്ട് എന്തായിരിക്കും, ഔട്ട്പുട്ട്.
ആക്ടിവിറ്റി അസോസിയേറ്റഡ് വിത്ത് കളക്ടിങ്, സ്റ്റോറിംഗ്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ബയേഴ്സ്. ഈ ഔട്ട്പുട്ടായി കിട്ടുന്ന ആ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ബയേഴ്സിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അതുപോലെ ആ ഔട്ട്പുട്ടായി കിട്ടുന്ന ആ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കളക്ട് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് വെയർഹൗസിലൊക്കെ സ്റ്റോർ ചെയ്ത് അത് ബയേഴ്സിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റീസ്, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ പറയുന്ന പേരാണ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. ഇപ്പം ഇതിന് മാർക്കറ്റ് ചെയ്യാനും സെയിൽ ചെയ്യാനൊക്കെ ഒരുപാട് അഡ്വർടൈസിങ്, പ്രൊമോഷന്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെയാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. പിന്നെ സർവീസ് എന്ന് പറയുമ്പോഴോ നമ്മള് ഒരു സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ അതിന് ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കും, റിപ്പയർ ചെയ്ത് കൊടുക്കും, അത്തരത്തിലുള്ള സർവീസ് ഒക്കെ കൊടുക്കില്ലേ, അതൊക്കെയാണ് സർവീസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പ്രൈമറി ആക്ടിവിറ്റീസ് ആയിട്ട് പോർട്ടർ പറയുന്നത്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ഇൻപുട്ടിനെ റിസീവ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നത്. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്. ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിനെ സ്റ്റോർ ചെയ്യുക, വെയർഹൗസിലോട്ട് സ്റ്റോർ ചെയ്യുക, പിന്നെ അവിടുന്ന് നമ്മളെ ബയേഴ്സിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതൊക്കെ. പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, അഡ്വർടൈസിങ്, പ്രൊമോഷൻ, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്. പിന്നെ സർവീസസ്, അതായത് ഇൻസ്റ്റലേഷൻ, റിപ്പയർമെന്റ്, അത്തരത്തിലുള്ള സർവീസസ് ഒക്കെ. അതൊക്കെയാണ് ഈ പ്രൈമറി ആക്ടിവിറ്റീസ് ആയിട്ട് പോർട്ടർ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് സപ്പോർട്ട് ആക്ടിവിറ്റീസ് പറയുന്നത് കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ഓർഗനൈസേഷൻ, പീപ്പിൾ, സിസ്റ്റം ആൻഡ് ടെക്നോളജി, പ്രൊക്യൂർമെന്റ്. ഇത്തരത്തിലുള്ള സപ്പോർട്ട് ആക്ടിവിറ്റീസും പ്രൈമറി ആക്ടിവിറ്റീസും ചേർന്നതാണ് ഈ പോർട്ടറുടെ വാല്യൂ ചെയിൻ. അപ്പം വാല്യൂ ചെയിന് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. ഇനി അപ്പൊ ഇത്തരത്തില് ഒരു എഫക്റ്റീവ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിലോട്ടുള്ള ഒരു മേജർ സോഴ്സ് ആവും, അതിലോട്ട് ലീഡ് ചെയ്യും. നമുക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ മറ്റ് കസ്റ്റമേഴ്സിൽ നിന്ന് അവരുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മൾ ഡിഫറൻഷ്യറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒന്ന് അവർക്ക് സുപ്പീരിയർ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെയാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ ലോവർ കോസ്റ്റിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നമുക്കൊരു ലോവർ കോസ്റ്റിൽ അവർക്ക് നമ്മളെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ഗ്രേറ്റർ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഈ കോമ്പറ്റീറ്റീവ് കണ്ടസ്റ്റില് ഇപ്പം സക്സസിന് 2 ബേസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് കോസ്റ്റ് അഡ്വാൻറ്റേജ്, പിന്നെ വാല്യൂ അഡ്വാൻറ്റേജ്. കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, കോസ്റ്റ് അഡ്വാൻറ്റേജ് അച്ചീവ്ഡ് ത്രൂ ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി. ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിച്ച് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനും അച്ചീവ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. കുറഞ്ഞ കോസ്റ്റ് ആണ്, അപ്പൊ അത് കോസ്റ്റ് അഡ്വാൻറ്റേജ്. വാല്യൂ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാലോ, നമുക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കൂടുതലാണെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെക്കാൾ എക്സ്ട്രാ ഒന്ന് സുപ്പീരിയർ ആണെങ്കിൽ അതിനെ നമുക്ക് വാല്യൂ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അപ്പം ഇതാണ് കോസ്റ്റ് അഡ്വാൻറ്റേജ്, വാല്യൂ അഡ്വാൻറ്റേജ്. ഈ കോമ്പറ്റീറ്റീവ് കോണ്ടെക്സ്റ്റിൽ ഈ സക്സസിന്റെ 2 ബേസസ് ഓഫ് സക്സസ് ആണ് ഈ കോസ്റ്റ് അഡ്വാൻറ്റേജ് ആൻഡ് മറ്റേ വാല്യൂ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് പറയുന്നത്. അപ്പം ഈ ഒരു കോമ്പറ്റീറ്റീവ് മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കിയാൽ താഴെ കാണുന്ന പ്രൊഡക്ടിവിറ്റി അഡ്വാൻറ്റേജ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വാല്യൂ അഡ്വാൻറ്റേജ്. പ്രൊഡക്ടിവിറ്റി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അഡ്വാൻറ്റേജ്, കോസ്റ്റ് കുറവിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രൊഡക്ടിവിറ്റി അഡ്വാൻറ്റേജ് എന്ന് പറയാം. പ്രൊഡക്ടിവിറ്റി അഡ്വാൻറ്റേജ് കൂടുമ്പോൾ അവിടെ നമ്മൾ കോസ്റ്റ് ലീഡർ ആവും. അതുപോലെ ഇപ്പൊ വാല്യൂ അഡ്വാൻറ്റേജ് ഹൈ, അവിടെ കൂടുന്ന സമയത്ത് നമ്മൾ സർവീസ് ലീഡർ ആവും. ഇപ്പൊ നമ്മൾ പ്രൊഡക്ടിവിറ്റി അഡ്വാൻറ്റേജും കൂടുതലാണ്, ഇപ്പൊ വാല്യൂ അഡ്വാൻറ്റേജും ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കോസ്റ്റ് ആൻഡ് സർവീസ് ലീഡർ ആവുന്നു. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ സക്സസിലോട്ട് നയിക്കുന്ന 2 ബേസസ് ആണ് കോസ്റ്റ് അഡ്വാൻറ്റേജും പ്രൊഡക്ടിവിറ്റി അഡ്വാൻറ്റേജും, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി അഡ്വാൻറ്റേജും വാല്യൂ അഡ്വാൻറ്റേജും. പ്രൊഡക്ടിവിറ്റി അഡ്വാൻറ്റേജ് പറഞ്ഞാൽ കോസ്റ്റ് അഡ്വാൻറ്റേജ് ആൻഡ് വാല്യൂ അഡ്വാൻറ്റേജ്. ഇത് രണ്ടും നമ്മുടെ സക്സസിലോട്ട് നയിക്കുന്ന 2 ബേസാണ് കോമ്പറ്റീറ്റീവ് കോണ്ടെക്സ്റ്റിൽ എന്നാണ് പറയുന്നത്. അപ്പം ഇനി നമുക്കൊരു സപ്ലൈ ചെയിൻ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് നോക്കാം. സപ്ലൈ ചെയിൻ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിക്കേഷന്റെ സ്റ്റേജസ് ആണ് ഇതിൽ പറയുന്നത്. 4 സ്റ്റേജസ് ഇതിൽ പറയുന്നുണ്ട്. 4 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ ബേസിലാണ് ഇത് പറയുന്നത്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് ബേസ് ലൈന്. ഈ ബേസ് ലൈനിൽ നമ്മളിപ്പോ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ലേ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, മെറ്റീരിയൽ കൺട്രോൾ, പ്രൊഡക്ഷൻ, സെയിൽസ്, ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ പിക്ചറിൽ കാണുന്നത് പോലുള്ള പല യൂണിറ്റ് അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റ് അകത്ത് മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതാണ് ഈ ഫസ്റ്റ് സ്റ്റേജ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ അത്രത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് അല്ല ഇത്. അതായത് അവിടെ മാത്രം അതിന്റെ ഉള്ളിൽ ആ ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ ഇൻഫർമേഷൻ നടക്കുന്നു, പുറത്തോട്ട് പോകുന്നില്ല. അപ്പൊ നെക്സ്റ്റ് സ്റ്റേജ് ഫങ്ഷണൽ ഇന്റഗ്രേഷൻ ആണ്. ഫങ്ഷണൽ ഇന്റഗ്രേഷനിൽ എന്താ,
കുറച്ചധികം ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ചേർന്നിട്ട് അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ഇൻഫോർമേഷൻ ഫ്ലോ അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനെയാണ് ഫങ്ഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇന്റേണൽ ഇന്റഗ്രേഷൻ. അപ്പൊ ഇന്റേണൽ ഇന്റഗ്രേഷനിൽ എന്താ, ഈ സെക്കൻഡ് സ്റ്റേജിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ഫ്ലോ നടക്കുന്നുണ്ട്. അതിനെയാണ് ഇന്റേണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ഇന്റഗ്രേഷനോ, ഇപ്പൊ നമ്മളെ ഇന്റേണൽ സപ്ലൈ ചെയിൻ അല്ല, നമ്മളിപ്പോ മൂന്ന് സ്റ്റേജിലും പറയുന്നത് ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള കാര്യം മാത്രം. അപ്പം ഈ എക്സ്റ്റേണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷന്റെ പുറത്തുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്റ്റേണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിനെയാണ് എക്സ്റ്റേണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സ്, സപ്ലൈസ് ഒക്കെ നമ്മളെ പുറത്തുള്ളതാണ്. ഈ കസ്റ്റമേഴ്സ്, സപ്ലൈസ് ഒക്കെ ഇന്റേണൽ സപ്ലൈ ചെയിനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ, കണക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്റ്റേണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സപ്ലൈ ചെയിൻ ഇന്റഗ്രേഷന്റെ കുറച്ച് 4 സ്റ്റേജസ് ആണ് പറയുന്നത്. ബേസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. ഫങ്ഷണൽ ഇന്റഗ്രേഷൻ പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് കുറച്ച് ഡിപ്പാർട്ട്മെന്റ് കൂടി ചേർന്ന് നടത്തുന്നുണ്ട്. ഇന്റേണൽ ഇന്റഗ്രേഷൻ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ പുറത്തുള്ളവരായിട്ട്, സപ്ലൈസ് ആയിട്ട്, കസ്റ്റമേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അതിലൂടെ എന്താ, നമുക്ക് ഇത്തരത്തിൽ നമ്മളൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. കാരണം നമുക്ക് കൂടുതലായിട്ട് ഫംഗ്ഷൻ നന്നായി സ്മൂത്ത് ആയിട്ട് നടക്കും. അതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ്. ഈ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് അത് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എൻഷുറിംഗ് പ്രൊഡക്റ്റ് ഈസ് ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. കറക്റ്റ് ടൈമില് കറക്റ്റ് പ്ലേസിൽ പ്രൊഡക്റ്റ് എത്തിക്കുന്നതിന് അല്ലെങ്കിൽ അത് പ്രൊഡക്റ്റ് എൻഷുർ ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് അഥവാ PDM. അപ്പൊ PDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗുഡ്സ്, നമ്മളെ റോ മെറ്റീരിയൽ തൊട്ടിട്ട് കസ്റ്റമേഴ്സിലോട്ട് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഡെലിവർ ചെയ്യുന്നത് വരെയുള്ള ആ ഫ്ലോ ഓഫ് ഗുഡ്സിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ PDM-ൽ വരുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല, ഈ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്നതിലും പർച്ചേസ് ചെയ്യുന്നതിലും ഓർഡർ പ്രോസസ് ചെയ്യുന്ന, മെറ്റീരിയൽ കൺട്രോളിങ്, വെയർ ഹൗസിങ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും PDM ഇൻവോൾവ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ, ഈ ഏരിയാസ് ഒക്കെ എഫിഷ്യന്റ്ലി ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു മാക്സിമം കോസ്റ്റിൽ, കമ്പനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിൽ നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്താൽ നമുക്ക് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ബിസിനസിന് ഒരു സക്സസ് ഉണ്ടാവും. അപ്പം ഇതാണ് PDM-ൽ പറയുന്നത്. ഇനി PDM-ന്റെ കമ്പോണൻസ് പറയാം. അപ്പം കമ്പോണൻസ് ആയിട്ട് ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് ഓർഡർ പ്രോസസ്സിങ് ഒരു കമ്പോണന്റ് ആണ്. ഇപ്പൊ ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓർഡർ ചെയ്യില്ല. അപ്പൊ നമ്മൾ സാധനം നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ഒക്കെ ചെയ്യില്ല. അപ്പൊ അതുപോലെ ഒരു ഓർഡർ പ്രോസസ്സിംഗ്. ഇപ്പൊ ഒരു കമ്പനിയിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ സ്ഥിരമായിട്ട് റെഗുലർ ആയിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. അപ്പം റിപ്പീറ്റ് ഓർഡേഴ്സ് ഒക്കെ ഇപ്പൊ നമ്മളൊരു നമ്മുടെ നാട്ടിലൊരു കട ഉണ്ട്, നമ്മൾ എപ്പോഴും എന്നും അല്ലെങ്കിൽ എന്നും പോകുന്ന ഒരു കടയാണ്. അപ്പൊ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അവിടെ തന്നെയാണ് പോകുന്നത്. അപ്പം അത്തരത്തിൽ ഇങ്ങനെ ഓരോ കമ്പനീസിലും ഉണ്ടാവും ഓരോ കമ്പനീസ് ഇന്നതിൽ മാത്രമേ വാങ്ങൂ, അത് വളരെ വെരി ഓഫൺ ആയിട്ട് വാങ്ങുന്ന ആൾക്കാർ, റിപ്പീറ്റ് ആയിട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള അതൊക്കെ ഈ ഓർഡർ പ്രോസസ്സിങ്ങിന്റെ ഒരു തരം മോഡാണ്. ഇപ്പൊ പാർട്ട്ണർഷിപ്പ് സോഴ്സിംഗ് എന്ന് പറയും. പാർട്ട്ണർഷിപ്പ് സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ബയറും സെല്ലറും തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് ആണ്. അതായത് നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഗ്രിമെന്റ്. അതായത് നമ്മളൊരു നെഗോഷിയേഷനോ ഒരു കോൺട്രാക്റ്റോ ഒന്നുമില്ലാതുള്ളൊരു അത്തരത്തിലുള്ള പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടിയിട്ട് ബയറും സെല്ലറും നമ്മളൊരു അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് പാർട്ട്ണർഷിപ്പ് സോഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പല പല മോഡ്സിൽ നമുക്ക് ഓർഡർ പ്രോസസ്സിംഗ് നടത്തും. അതായത് ഓർഡർ പ്രോസസ്സിംഗ് ചെയ്യാം നമുക്ക് റെഗുലർ ആയിട്ട് ഇവിടുന്ന് വാങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഗ്രിമെന്റ്സിലൂടെ. ഇപ്പൊ ഓർഡർ പ്രോസസ്സിംഗ് പല തരത്തിലുണ്ട്, പല മോഡ്സിലുണ്ട്. ഈ ഓർഡർ പ്രോസസ്സിംഗിന്റെ സിസ്റ്റം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് അക്യുറേറ്റ് ആയിരിക്കണം, ക്വിക്ലി ആയിരിക്കണം, നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ കിട്ടുന്ന രീതിയിലായിരിക്കണം. ഓർഡർ പ്രോസസ് ചെയ്ത് അപ്പൊ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഡെലിവറിയുടെ പ്രോസസ് അപ്പൊ തന്നെ തുടങ്ങണം എന്നുള്ള അത്തരത്തിൽ അക്യുറേറ്റ് ആയിരിക്കണം, ക്വിക്ക് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഓർഡർ പ്രോസസ്സിംഗ് ആണ് ഒരു കമ്പോണന്റ്. നെക്സ്റ്റ് കമ്പോണന്റ് വരുന്നത് ഇൻവെന്ററി. ഇൻവെന്ററി മാനേജ്മെന്റ്, അതായത് നമ്മളെ സ്റ്റോക്കിന്റെ മാനേജ്മെന്റ് തന്നെ. ഇപ്പം നമ്മള് ചിലത് നമുക്ക് സ്റ്റോക്ക് ഭയങ്കര റൺ ഔട്ട് ഓഫ് സ്റ്റോക്ക്, അതായത് സ്റ്റോക്ക് ആവശ്യമുള്ളതിനേക്കാൾ കുറവായിരിക്കും. ഇപ്പൊ ആളുകൾക്ക് ആവശ്യമുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റോക്ക് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പം അത് നമുക്കൊരു ലോസ് ആണ്. അതുപോലെ നമ്മളിപ്പോ
കൂടുതലായിട്ട് സ്റ്റോക്ക് വെച്ചാലും നമുക്ക് പ്രശ്നമാണ്. അതും ഒരു ലോസ് ആണ്. നമുക്ക് ഇത്രയും വാങ്ങാൻ ആളുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മളൊരു ഒപ്റ്റിമൈസ് ഒരു ഒപ്റ്റിമം ലെവലിൽ വേണം സ്റ്റോക്ക് കീപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ സ്റ്റോക്ക് ലെവലിന് ഒരു മിനിമം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക. അത്തരത്തിലുള്ള മാനേജ്മെന്റ് ഒക്കെ നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റിൽ പറയും. ഇത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കണം അവർ യൂസ് ചെയ്യേണ്ടത്. അതായത് ഹൈ സ്റ്റോക്കും അല്ല എന്നാൽ ലോ സ്റ്റോക്കും അല്ല, ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റോക്ക് വെച്ച് ഒരു ബാലൻസ്ഡ് അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം ലെവലിൽ സ്റ്റോക്ക് കീപ്പ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു ഇൻവെന്ററീസിന്റെ മാനേജ്മെന്റ് ഒക്കെയാണ് ഇൻവെന്ററിയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു കമ്പോണന്റ് PDMന്റെ വെയർ ഹൗസിംഗ്. അതായത് നമ്മൾ സ്റ്റോർ ചെയ്യുക, വെയർ ഹൗസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുക, നമ്മൾ ഫിനിഷ്ഡ് ചെയ്ത പ്രൊഡക്റ്റ് നമ്മൾ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ പിന്നെ അടുത്ത നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ലൈനിലോട്ട് അല്ലെങ്കിൽ അടുത്ത റീറ്റെയിൽ സെന്ററിലോട്ടോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലോട്ടൊക്കെ എത്തിക്കുന്നത്. അപ്പൊ ഈ ചെയ്യുന്ന നമ്മളെ വെയർ ഹൗസിൽ നമുക്ക് നമുക്കൊരു കേടുപാട് കൂടാണ്ട് തന്നെ അവിടെ സൂക്ഷിക്കാൻ പറ്റണം. അതുപോലെ ഇപ്പൊ ചില കമ്പനീസ് ഒക്കെ അവരുടെ സ്വന്തം വെയർ ഹൗസസ് വെക്കും. അപ്പം അവിടെ നിന്ന് നമുക്ക് അവരുടെ മറ്റേ നെക്സ്റ്റ് ലൈനിലോട്ട് നമുക്ക് പെട്ടെന്ന് എത്തിക്കുന്ന രീതിയിൽ അവരുടെ സ്വന്തം സൈറ്റുകളിലൊക്കെ വെയർ ഹൗസസ് വെക്കും. അപ്പൊ അതുപോലെ ഇപ്പൊ നമുക്കൊരു ഒരു സ്ഥലത്ത് തന്നെ സ്മോൾ ക്വാണ്ടിറ്റീസിൽ റെഗുലർ ആയിട്ട് ഓർഡർ വരുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് അവിടെ തൊട്ടടുത്തൊക്കെ ആയിട്ട് വെയർ ഹൗസസ് വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കണം. അപ്പം ഇപ്പൊ നമ്പർ ഓഫ് വെയർ ഹൗസസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും, കോസ്റ്റും കൂടെ ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഈ സർവീസസ് കൂടെ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ നമ്പർ ഓഫ് ലൊക്കേഷൻസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ, അപ്പൊ വെയർ ഹൗസസിന്റെ ലൊക്കേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ ലെവൽ ഓഫ് സർവീസസ് ഇൻക്രീസ് ആവും, അതുപോലെ കോസ്റ്റും അതിനനുസരിച്ച് കൂടും. അപ്പം അപ്പൊ അതൊക്കെ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒപ്റ്റിമം സ്ട്രാറ്റജി ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതൊക്കെയാണ് വെയർ ഹൗസിംഗിൽ പറയുന്നത്. അപ്പൊ വെയർ ഹൗസിംഗ് ഒരു കമ്പോണന്റ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഒരു നെക്സ്റ്റ് കമ്പോണന്റ്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഒരുപാട് മൂവ്മെന്റ് വരുന്നുണ്ട്. നമ്മൾ ഇപ്പം റോ മെറ്റീരിയൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റിൽ എത്തിക്കുന്ന അവിടെ നിന്ന് വെയർ ഹൗസിൽ നിന്ന് നെക്സ്റ്റ് ലൈനിലോട്ട്, അങ്ങനെ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. അപ്പം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കൂടിയാണ്. അപ്പൊ ഇതൊക്കെ മിനിമൽ ആയിട്ട് കൺട്രോൾ ചെയ്തിട്ടുള്ള നല്ലൊരു മാനേജ്മെന്റിൽ വേണം കൊണ്ടുപോകാൻ. അതാണ് ഈ കമ്പോണന്റ്, PDMന്റെ ഈ കമ്പോണന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പൊ ചിലര് അവരുടെ സ്വന്തം വെഹിക്കിൾ ആയിരിക്കും മറ്റേ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ചിലര് ഈ ട്രാൻസ്പോർട്ടിങ്ങിനും വെയർ ഹൗസിങ്ങിനൊക്കെ ചില ലോജിസ്റ്റിക്സ് കമ്പനികളൊക്കെ ഏൽപ്പിക്കും. അപ്പം കമ്പനിയുടെ കോസ്റ്റിനനുസരിച്ച് കമ്പനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോഡായിരിക്കണം നമ്മൾ ട്രാൻസ്പോർട്ടേഷനിൽ സ്വീകരിക്കേണ്ടത്. അത് ഇപ്പൊ ലോജിസ്റ്റിക്സ് കമ്പനീസിനെ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വെഹിക്കിൾ ഉണ്ടാക്കിയിട്ടോ സ്വന്തമായിട്ടുള്ള വെഹിക്കിൾ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടോ എങ്ങനെയാണോ അവർക്ക് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ കമ്പനിയുടെ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഈ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ നമ്മൾ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാനായിട്ട്. അതാണ് അപ്പൊ നെക്സ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ഇനി അടുത്തത് വരുന്നത്, അപ്പൊ നമ്മള് കമ്പോണൻസ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ എത്ര കമ്പോണൻസ് പറഞ്ഞു? കമ്പോണൻസ് ഓഫ് PDM, ഓർഡർ പ്രോസസ്സിംഗിൽ നമ്മൾ ഒരു ഒപ്റ്റിമം സ്ട്രാറ്റജി ഒക്കെ യൂസ് ചെയ്യണം. പിന്നെ നമ്മള് ഇൻവെന്ററി പറഞ്ഞു, അപ്പൊ സ്റ്റോക്ക് ലെവൽസ് ഒക്കെ ഒരു മിനിമം ഒരു ബാലൻസ്ഡ് ലെവലിൽ അല്ലെങ്കിൽ ഒപ്റ്റിമം ലെവലിൽ വെക്കണം, കീപ്പ് ചെയ്യണം, അതൊക്കെ പറഞ്ഞു. പിന്നെ വെയർ ഹൗസിംഗ്, നമ്മൾ ഒരു കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാത്ത തരത്തിൽ തന്നെയുള്ള ഒരു വെയർ ഹൗസിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും കറക്റ്റ് ഒരു പ്രോപ്പർ മാനേജ്മെന്റ് നടത്തണം എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് PDMന്റെ കമ്പോണൻസ്. ഇപ്പൊ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ സിസ്റ്റം അപ്രോച്ച് അല്ലെങ്കിൽ ടോട്ടൽ അപ്രോച്ച് ടു PDM. നമ്മൾ സിസ്റ്റം അപ്രോച്ച് പറഞ്ഞിരുന്നു. ഇപ്പം ഇൻഡിവിജ്വൽ എഫേർട്ടിന് പകരം ഇൻഡിവിജ്വൽ എഫേർട്സിനെക്കാണ് കൂടുതലായിരിക്കും മറ്റേ നമ്മളെല്ലാം കൂടി സംയോജിച്ചിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതെല്ലാം സംയോജിപ്പിച്ചിട്ടുള്ള അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്കം എന്ന് പറയുന്നത്, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എഫേർട്ടിന്റെ ഔട്ട്കമിനേക്കാൾ കൂടുതലായിരിക്കും. അത് നമ്മൾ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. അതാണ് ടോട്ടൽ അപ്രോച്ച് അല്ലെങ്കിൽ സിസ്റ്റം അപ്രോച്ച്. അപ്പം ഈ ഇൻഡിവിജ്വൽ എഫേർട്ടിനൊക്കെ ഒരു ഒപ്റ്റിമം ലെവൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷനിലോട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇന്റഗ്രേഷനെയൊക്കെയാണ് സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ ലോജിസ്റ്റിക്സ് സ്ട്രക്ചർ എഫിഷ്യന്റ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ അവെയർ ആയിരിക്കണം, അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിന്റെ ഇന്ററാക്ഷനെ കുറിച്ചിട്ടൊക്കെ അവെയർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ലോജിസ്റ്റിക് സ്ട്രക്ചർ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പം
നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് ടൈപ്പിനനുസരിച്ച് ഡിപ്പോസിറ്റിന്റെ ലൊക്കേഷൻ ടൈപ്പ് സൈസ് നമ്പർ അതിനൊക്കെ അനുസരിച്ച് ഡിഫറെന്റ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെയൊക്കെ ഇന്ററാക്ഷൻ അതൊക്കെ എത്രയൊക്കെയാണ് വരാന്നുള്ളതും ഒക്കെ നമ്മൾ നോക്കിയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് വേണം ഒരു എഫിഷ്യന്റ് ലോജിക് സ്ട്രക്ചർ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പൊ എന്തൊക്കെയാവും ആ കോസ്റ്റ് ഒക്കെ? ഇപ്പൊ ഒന്ന് സ്റ്റോറേജ് കോസ്റ്റ്. ഇപ്പൊ സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്പർ ഓഫ് ഡിപ്പോട്ട്സ്, ഇപ്പൊ നമ്മള് അധികം സ്റ്റോക്ക് വേണ്ടി വരും, അധികം സ്പേസ് വേണ്ടി വരും, അധികം മാനേജ്മെന്റ് വേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് സ്റ്റോറേജ് കോസ്റ്റ് കൂടും. നമ്പർ ഓഫ് ഡിപ്പോട്ട്സ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് മോർ സ്റ്റോക്ക് കവറേജ്, മോർ സ്റ്റോറേജ് സ്പേസ്, പിന്നെ മോർ മാനേജ്മെന്റ് വേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് സ്റ്റോറേജ് കോസ്റ്റ് കൂടും. ഇപ്പൊ ഡെലിവറി കോസ്റ്റ് എന്ന് വിചാരിക്കും. ഇപ്പൊ ഡെലിവറി കോസ്റ്റ് പറയുന്നത് സെക്കൻഡറി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. അതായത് ഡിപ്പോട്ടിൽ നിന്ന് കൺസ്യൂമറിലോട്ട് പോകുന്ന ആ ഒരു ലാസ്റ്റ് ലൈൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലേ, അതിനെയാണ് അവിടെ വരുന്ന കോസ്റ്റിനെയാണ് ഡെലിവറി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ നമ്പർ ഓഫ് ഡിപ്പോട്ട്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ഡെലിവറി കോസ്റ്റ് കുറയാണ് ചെയ്യാന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ട്രങ്കിങ് കോസ്റ്റ്. ട്രങ്കിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ബൾക്കായിട്ട് വെയർഹൗസിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്ത ആ ഭാഗത്ത് നിന്ന് ഡിപ്പോട്ട്സിലോട്ട് മാറ്റുന്ന ബൾക്കായിട്ട് വെയർഹൗസിൽ നിന്നോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മുടെ സെൻട്രൽ ഫിനിഷ്ഡ് ഗുഡ് വെയർഹൗസിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോയിന്റിൽ നിന്നോ പ്രൊഡക്റ്റ് ചെയ്ത ആ ഭാഗത്ത് യൂണിറ്റിൽ നിന്ന് ബൾക്കായിട്ട് നമ്മൾ ഡിപ്പോട്ട്സിലോട്ട് മാറ്റുന്ന ആ ഒരു അവിടെ വരുന്ന കോസ്റ്റിനെയാണ് ട്രങ്കിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്പോട്ട്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ട്രങ്കിങ് കോസ്റ്റും കൂടുന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇൻവെന്ററി കോസ്റ്റ്. അപ്പൊ ഇൻവെന്ററി കോസ്റ്റിൽ വരുന്നതാണ് ഈ ക്യാപിറ്റൽ കോസ്റ്റ് ഒക്കെ. അതായത് കോസ്റ്റ് ഓഫ് ഫിസിക്കൽ സ്റ്റോക്ക്. നമ്മൾ ഫസ്റ്റ് നമുക്ക് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്, ആ സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടി വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ക്യാപിറ്റൽ കോസ്റ്റ്. പിന്നെ സർവീസ് കോസ്റ്റ്, അതായത് സ്റ്റോക്ക് മാനേജ്മെന്റിലും ഇൻഷുറൻസിലൊക്കെ വരുന്ന കോസ്റ്റുകൾ. പിന്നെ റിസ്ക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ പ്രൊഡക്റ്റ് ഒക്കെ മോഷ്ടിക്കപ്പെടുക, അല്ലെങ്കിൽ ഡാമേജ് ആവുക, അല്ലെങ്കിൽ കാലഹരണപ്പെടുക, അപ്പൊ കാലപ്പഴക്കം കാരണമൊക്കെ വരുന്ന അത്തരത്തിലൊക്കെ വരുന്ന റിസ്കുകളിൽ നിന്നുള്ള കോസ്റ്റ് ആണ് റിസ്ക് കോസ്റ്റ്. പിന്നെ സിസ്റ്റം കോസ്റ്റ്, അതായത് ഇപ്പൊ മറ്റേ ചില കമ്മ്യൂണിക്കേഷൻ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ റിക്വയർമെന്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ആ റിക്വയർമെന്റ് ഒക്കെ വരുന്ന കോസ്റ്റുകളെയാണ് സിസ്റ്റം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കോസ്റ്റുകളെ കുറിച്ചൊക്കെ അവെയർ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു എഫിഷ്യന്റ് ആയിട്ടൊരു ലോജിസ്റ്റിക് സ്ട്രക്ചർ പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പം നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇത്തരം കോസ്റ്റ് ഒന്നും ചെറുതായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചർ. അപ്പൊ ടോട്ടൽ ലോജിസ്റ്റിക്സ് കോസ്റ്റ്, അപ്പൊ ഇതിൽ നമുക്ക് ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ട്രാൻസ്പോർട്ട് കോസ്റ്റ്, ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ്, സ്റ്റോറേജ് കോസ്റ്റ്, സിസ്റ്റം കോസ്റ്റ്, ലോക്കൽ ഡെലിവറി കോസ്റ്റ്, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ഈ നമ്പർ ഓഫ് ഡിപ്പോട്ട്സ് താഴെയുണ്ട്, ലെഫ്റ്റ് സൈഡിൽ കോസ്റ്റ് ഉണ്ട്. നമ്പർ ഓഫ് ഡിപ്പോട്ട്സ് കൂടുന്നതിനനുസരിച്ചിട്ട് പല കോസ്റ്റുകളും കൂടുന്നുണ്ട്. അപ്പം ഇതിലിപ്പോ ലോക്കൽ ഡെലിവറി കോസ്റ്റ് ഒക്കെ പിന്നെയും കുറയാണ് ചെയ്യുന്നത്. ലോക്കൽ ഡെലിവറി കോസ്റ്റ് നമ്പർ ഓഫ് ഡിപ്പോട്ട്സ് കുറയുമ്പോൾ കൂടുതലും, നമ്പർ ഓഫ് ഡിപ്പോട്ട്സ് കൂടുമ്പോൾ കുറവാണ് വരുന്നത്. ഈ താഴെ വരുന്ന ഈ ഒരു കർവ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡെലിവറി കോസ്റ്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്പർ ഓഫ് ഡിപ്പോട്ട്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ഡെലിവറി കോസ്റ്റ് കുറവായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതായത് ലാസ്റ്റ് ലൈൻ ഓഫ് ഡെലിവറി ഇല്ലേ, ആ ഡിപ്പോട്ട്സിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഡെലിവറി, ആ ഒരു ടൈമിലെ ഡെലിവറിനെയാണ് ഇവിടെ പറയുന്നത് ലോക്കൽ ഡെലിവറി. ആ ഒരു കോസ്റ്റിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് ഡിപ്പോട്ട്സ് കൂടുന്നതിനനുസരിച്ചിട്ട് കുറവായിരിക്കും ഡെലിവറി കോസ്റ്റ് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അധികവും ഡിപ്പോട്ട്സ് കൂടുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റും കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് ആ കോസ്റ്റ് വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ഈ പിക്ചർ ഒന്ന് വെച്ച് അനലൈസ് ചെയ്ത് നോക്കുകയും ചെയ്യാം. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മള് ലോജിസ്റ്റിക്സ് ആൻഡ് SCMന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ് ഇത് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ സപ്ലൈ ചെയിൻ എന്താണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ലോജിസ്റ്റിക്സിന്റെ ഡെവലപ്മെന്റ്, എങ്ങനെയൊക്കെയാണ് ലോജിസ്റ്റിക്സ് തുടങ്ങിയത്, നമ്മൾ ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നേ പിന്നെയാണ് ഇങ്ങനെ ലോജിസ്റ്റിക്സിന്റെ ഡെവലപ്മെന്റ് കൂടുതലായിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ റോൾ ഓഫ് ലോജിസ്റ്റിക്സിന്റെ എക്കണോമിയിൽ ലോജിസ്റ്റിക്സിന്റെ റോള്, അതായത് ജോബ് ക്രിയേറ്റ് ചെയ്യുന്നതും പിന്നെ ട്രേഡ് ഫെസിലിറ്റി ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് എക്കണോമിക്ക് ഉള്ള റോളുകൾ പറഞ്ഞു ലോജിസ്റ്റിക്സിന്റെ. പിന്നെ ലോജിസ്റ്റിക്സ് കോമ്പറ്റീറ്റീവ് പെർഫോമൻസ്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു, അതിനോട്ടുള്ള ലോജിസ്റ്റിക്സും കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജുള്ള കണക്ഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ്, അതിന്റെ കമ്പോണന്റ് ഒക്കെ പറഞ്ഞായിരുന്നു PDM. അതായത് ആ ഒരു ഫ്ലോ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോ എൻഷുർ ചെയ്യുന്നതിനെയാണ് PDM എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ മറ്റേ കമ്പോണൻസ് ആയിട്ട് നമുക്ക് ഓർഡർ പ്രോസസിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഇൻവെന്ററി, അങ്ങനെ കുറച്ച് കമ്പോണൻസ് ഒക്കെ പറഞ്ഞു. പിന്നെ ഡിഫറെന്റ് പോസ്റ്റുകൾ പറഞ്ഞു, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പോസ്റ്റുകൾ പറഞ്ഞു. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ്
ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിന്റെ ജസ്റ്റ് ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. അപ്പം ഈ പാർട്ടിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയും. നെക്സ്റ്റ് ഈ യൂണിറ്റിന്റെ ബാക്കി പാർട്ട് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പം ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും താങ്ക് യു. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ യൂണിറ്റിന്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും.